വെറൈറ്റി ക്ലിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പായസവുമായിട്ടാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1/2 കിലോഗ്രാം മത്തൻ ചെറുതായിട്ട് അരിഞ്ഞത്, 300 ഗ്രാം ശർക്കര, തേങ്ങയുടെ 1ഉം 2ഉം പാല്, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ചുക്കുപൊടി, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും, ആവശ്യത്തിന് നെയ്യ്, 1/4 കപ്പ് ചവ്വരി 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തത്. ആദ്യമേ തന്നെ മത്തൻ, ശർക്കര, ചവ്വരി എന്നിവ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിച്ച് മാറ്റി വെക്കുക. നമുക്ക് മത്തനൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറിൽ 1.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. മത്തൻ വേകുമ്പോഴേക്കും നമുക്ക് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം. 1/4 കപ്പ് ചവ്വരി വേവിക്കാനായിട്ട് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചവ്വരി നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ചവ്വരി വെന്ത് കിട്ടും. ചവ്വരി വെന്ത് കഴിയുമ്പോൾ ഈ ഒരു പാകത്തിലാണ് നമുക്ക് ലഭിക്കുക. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ശർക്കര ഉരുക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേവിച്ച മത്തൻ നന്നായിട്ടൊന്ന് ഒരു തവി വെച്ച് ഉടച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്കിത് മിക്സിയിലിട്ടും അടിച്ചെടുക്കാം. ഇപ്പോൾ മത്തൻ നന്നായി ഉടച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഉടച്ചു വെച്ച മത്തൻ ഇട്ട് കൊടുക്കാം. മത്തൻ നെയ്യിലേക്ക് ഇട്ടതിന് ശേഷം നെയ്യുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ച് തന്നെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ നെയ്യ് നല്ലപോലെ മത്തനിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒഴിച്ചതിന് ശേഷം മത്തനുമായി ശർക്കര നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം വേവിക്കാം. കാരണം ആ ശർക്കര മത്തനിലേക്ക് ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം ശർക്കരയെല്ലാം മത്തനിലേക്ക് പിടിച്ചിട്ടുണ്ടാകും. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ആം പാൽ എടുത്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടി ഇവയെല്ലാം ഇട്ട് കൊടുക്കാം.
ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ 15 മിനിറ്റോളം ഞാനിത് തിളപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1-ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാലൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനി അല്പം ഒന്ന് കുറുകി വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിപ്പം നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. പായസം ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് അല്പം നെയ്യ് ഒഴിച്ച് അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ സ്പെഷ്യൽ മത്തൻ പായസം തയ്യാറായി കഴിഞ്ഞു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പുതിയ വീഡിയോകളും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.